മൂന്നാം ക്ലാസ്സിൽ 2022 നടന്ന അക്കീദ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണിത്. മാർക്ക് 50. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. 1. വ്യക്തമാക്കാം. അതിലൊന്നാമത്തെ, ഖുർആൻ ഓതാത്ത സത്യവിശ്വാസിയുടെ ഉപമ. ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി ഈത്തപ്പഴം പോലെയാണ്. അതിൻ്റെ ഉത്തരം ഈത്തപ്പഴം പോലെയാണ്. അതിന് മധുരമുണ്ട്, എന്നാൽ വാസനയില്ല. ഉത്തരം ഈത്തപ്പഴം. 2. വിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട മുർസലുകളുടെ എണ്ണം. ഖുർആനിൽ പേര് പറയപ്പെട്ട മുർസലുകളുടെ എണ്ണം 25. 3. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 4. നബിമാർ എന്നുള്ളതിൻ്റെ ഉത്തരം എഴുതാനാണ്. വഹീ എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തവർക്കാണ് നബിമാർ എന്ന് പറയുന്നത്. വഹീ എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തവർക്കാണ് നബിമാർ എന്ന് പറയുന്നത്. 5. തിന്മയുടെ പ്രതിഫലം. തിന്മയുടെ പ്രതിഫലം ഭയാനകമായ നരകം. തിന്മയുടെ പ്രതിഫലം ഭയാനകമായ നരകം. 2. യോജിച്ചവ ചേർക്കാം. കോളത്തിൽ തന്നിട്ടുണ്ട് ഉത്തരങ്ങൾ. മുൻകർ നക്കീർ അലൈഹിസ്സലാം, യൂനാനി, ഇബ്രാനി, മാലിക് അലൈഹിസ്സലാം. 6. 100, സത്യവിശ്വാസി, സുരിയാനി. ഒന്നാമത്തെ ചോദ്യം, നരകത്തെ കാക്കുന്ന മലക്കിൻ്റെ പേര് ഡേഷ്. നരകത്തെ കാക്കുന്ന മലക്കിൻ്റെ പേര് മാലിക് അലൈഹിസ്സലാം. മാലിക് അലൈഹിസ്സലാം നരകത്തെ കാക്കുന്നു. 2. മയ്യത്തിനെ ഖബറിൽ എഴുന്നേൽപ്പിച്ചിരുത്തും ഡേഷ്. മയ്യത്തിനെ ഖബറിൽ എഴുന്നേൽപ്പിച്ചിരുത്തും മുൻകർ നക്കീർ അലൈഹിസ്സലാം. മുൻകർ നക്കീർ അലൈഹിസ്സലാം. 3. തൗറാത്തിൻ്റെ ഭാഷ ഡേഷ്. തൗറാത്തിൻ്റെ ഭാഷ ഇബ്രാനി അഥവാ ഹീബ്രു. ഇബ്രാനി അഥവാ ഹീബ്രു ഭാഷയാണ്. 4. സബൂറിൻ്റെ ഭാഷ. സബൂറിൻ്റെ ഭാഷ ഡേഷ്. യൂനാനി അഥവാ ഗ്രീക്ക് ഭാഷയാണ്. സബൂറിൻ്റെ ഭാഷ യൂനാനി. 5. ഇഞ്ചീലിൻ്റെ ഭാഷ. ഇഞ്ചീലിൻ്റെ ഭാഷ സുരിയാനി. ഇഞ്ചീലിൻ്റെ ഭാഷ സുരിയാനി അഥവാ സിറിയക് ഭാഷ. 6. വിശ്വസിച്ചവനാണ് ഡേഷ്. വിശ്വസിച്ചവനാണ് സത്യവിശ്വാസി. വിശ്വസിച്ചവനാണ് സത്യവിശ്വാസി. അള്ളാഹു ഇറക്കിയ ഏടുകൾ ഡേഷ്. ഏഴാമത്തെ ചോദ്യം, അള്ളാഹു ഇറക്കിയ ഏടുകൾ ഡേഷ്. എത്ര ഏടുകളാണ് അള്ളാഹു ഇറക്കിയത്? 100 ഏടുകൾ. അള്ളാഹു ഇറക്കിയ ഏടുകൾ 100. 8. ഈമാൻ കാര്യങ്ങൾ ഡേഷ്. ഈമാൻ കാര്യങ്ങൾ എത്രയാണ്? 6. ഈമാൻ കാര്യങ്ങൾ 6. 3. പൂർത്തിയാക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം, സൂർ എന്ന കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് ഡേഷ്. സൂർ എന്ന കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്രാഫീൽ അലൈഹിസ്സലാം. 2. എല്ലാ സൽസ്വഭാവങ്ങളുടെയും ഉത്തമ മാതൃകയാണ് ഡേഷ്. എല്ലാ സൽസ്വഭാവങ്ങളുടെയും ഉത്തമ മാതൃകയാണ് നബിതങ്ങൾ. ഉത്തമ മാതൃകയാണ് നബിതങ്ങൾ. 3. പോരായ്മയിൽ നിന്നെല്ലാം അള്ളാഹു ഡേഷ്. പോരായ്മയിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. പോരായ്മയിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. 4. ഓരോ മനുഷ്യരുടെയും വലത് ഇടതു ഭാഗങ്ങളിൽ ഉള്ള മലക്കുകളാണ് ഡേഷ്. ഓരോ മനുഷ്യരുടെയും വലത് ഇടത് ഭാഗങ്ങളിൽ ഉള്ള മലക്കുകളാണ് റക്കീബ്, അതീദ് അലൈഹിസ്സലാം. റക്കീബ് അലൈഹിസ്സലാം, അതീദ് അലൈഹിസ്സലാം. 4. ചോദ്യം, ഉത്തരം എഴുതാം. അതിലൊന്നാമത്തെ, പിശാച് ഓടി രക്ഷപ്പെടുന്ന വീട് ഏതാണ്?
പിശാച് ഓടി രക്ഷപ്പെടുന്ന വീട് ഏതാണ്? അതിൻ്റെ ഉത്തരം അൽ ബക്കറ ഓതുന്ന വീട്ടിൽ. അൽ ബക്കറ സൂറത്ത് ഓതുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടി രക്ഷപ്പെടും. 2. മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഊലുൽ അസ്മുകൾ. മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഊലുൽ അസ്മുകൾ. 3. അള്ളാഹു കിതാബുകളെയും ഏടുകളെയും ഇറക്കി എന്തിന്? അള്ളാഹു കിതാബുകളും ഏടുകളും ഇറക്കി എന്തിന്? അതിൻ്റെ ഉത്തരം അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനകളും മറ്റും വിവരിക്കുന്നതിന് വേണ്ടി. അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനകളും മറ്റും വിവരിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു കിതാബുകളും ഏടുകളും ഇറക്കിയത്. 5. 2 എണ്ണം വീതം എഴുതാം. അതിലൊന്നാമത്തെ ഏടുകൾ ലഭിച്ച മുർസലുകൾ. അതിൻ്റെ ഉത്തരം ആദം അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, ഷീസ് അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം. ഇതിൽ നിന്നും 2 എണ്ണം എഴുതിയാൽ മതി. ഏതെങ്കിലും 2 മുർസലുകളുടെ പേരെഴുതിയാൽ മതി. ആദം നബി അലൈഹിസ്സലാമിന് 10 ഏടുകളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 10 ഏടുകളും ഷീസ് അലൈഹിസ്സലാമിന് 50 ഏടുകളും ഇദ്രീസ് അലൈഹിസ്സലാമിന് 30 ഏടുകളും ലഭിച്ചു. അതും കൂടെ പഠിച്ചു വെക്കുക. 2ാമത്തെ ചോദ്യം, അംബിയ മുർസലുകളുടെ വാജിബായ സിഫത്തുകൾ. അംബിയ മുർസലുകളുടെ വാജിബായ സിഫത്തുകൾ സിദ്ക്ക്, അമാനത്ത്, ഫത്വാനത്ത്, തബ്ലിയ. സിദ്ക്ക്, അമാനത്ത്, ഫത്വാനത്ത്, തബ്ലിയ. അതിൻ്റെ അർത്ഥം കൂടെ പഠിച്ചു വെക്കുക. സിദ്ക്ക് സത്യം പറയൽ, അമാനത്ത് വിശ്വസ്തത, ഫത്വാനത്ത് ബുദ്ധികൂർമ്മത, തബ്ലിയ എത്തിച്ചു കൊടുക്കൽ. 3ാമത്തെ ചോദ്യം, അംബിയ മുർസലുകളുടെ മുസ്തഹീലായ സിഫത്തുകൾ. അംബിയ മുർസലുകളുടെ മുസ്തഹീലായ സിഫത്തുകൾ കദിബ്, ഖിയാനത്ത്, ബലാദത്ത്, കിത്മാൻ. അതിൻ്റെ അർത്ഥം കൂടെ പഠിച്ചു വെക്കുക. കദിബ് കളവ് പറയൽ, ഖിയാനത്ത് വഞ്ചന, ബലാദത്ത് ബുദ്ധിമാന്ദ്യം, കിത്മാൻ മറച്ചുവെക്കൽ. അംബിയ മുർസലുകളുടെ മുസ്തഹിലായ സിഫത്തുകൾ. 4. ഈമാൻ കാര്യങ്ങൾ. ഈമാൻ കാര്യങ്ങളിൽ നിന്ന് 2 എണ്ണം എഴുതിയാൽ മതി. ഈമാൻ കാര്യങ്ങൾ ഏതൊക്കെയാണ്? 1. അള്ളാഹുവിൽ വിശ്വസിക്കൽ. 2. അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കൽ. 3. അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കൽ. 4. അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കൽ. 5. അവസാന നാളിൽ വിശ്വസിക്കൽ. 6. നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കൽ. ഈ 6 കാര്യങ്ങൾ, അതിൽ നിന്നും 2 എണ്ണം എഴുതിയാൽ മതി. ഈ ചോദ്യപേപ്പർ ഇവിടെ അവസാനിക്കുന്നു. ഇനി നമുക്ക് 2023 നടന്ന അഖീദ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ കൂടി നോക്കാം. മാർക്ക് 50. 1. യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. പരിശുദ്ധനാണ്, അസ്രായീൽ അലൈഹിസ്സലാം സത്യവിശ്വാസി, തിന്മ, ജിബ്രീൽ അലൈഹിസ്സലാം നന്മ. 1ാമത്തെ ചോദ്യം, വലതുഭാഗത്തുള്ള മലക്ക് രേഖപ്പെടുത്തുന്നു ഡേഷ്. വലതുഭാഗത്തുള്ള മലക്ക് രേഖപ്പെടുത്തുന്നു നന്മ. നന്മ വലതുഭാഗത്തുള്ള മലക്ക് രേഖപ്പെടുത്തുന്നു. 2. മുഅ്മിൻ ഡേഷ്. മുഅ്മിൻ എന്നാൽ സത്യവിശ്വാസി. മുഅ്മിൻ എന്നാൽ സത്യവിശ്വാസി. 3. പോരായ്മയിൽ നിന്നെല്ലാം അള്ളാഹു ഡേഷ്. പോരായ്മയിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. പോരായ്മയിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. 4. റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഡേഷ്. റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് അസ്രായീൽ അലൈഹിസ്സലാം. 5. നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്ന മലക്ക് ഡേഷ്. നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം. 6. ഇടതുഭാഗത്തുള്ള മലക്ക് രേഖപ്പെടുത്തുന്നു ഡേഷ്. ഇടതുഭാഗത്തുള്ള മലക്ക് തിന്മ രേഖപ്പെടുത്തുന്നു. ഇടതുഭാഗത്തുള്ള മലക്ക് രേഖപ്പെടുത്തുന്നു തിന്മ.
വാജിബും മുസ്തഹീലും വേർതിരിക്കാം. ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഫത്വാനത്ത്, കിത്മാൻ, സിദ്ക്ക്, അമാനത്ത്, ബലാദത്ത്, ഖിയാനത്ത്, തബ്ലീഗ്, കദിബ്. വാജിബിൻ്റെ കോളം തന്നിട്ടുണ്ട്, മുസ്തഹീലിൻ്റെ കോളം തന്നിട്ടുണ്ട്. ഫത്വാനത്ത് വാജിബായ സിഫത്താണ്. കിത്മാൻ മുസ്തഹീലായ സിഫത്താണ്. സിദ്ക്ക് വാജിബായ സിഫത്താണ്. അമാനത്ത് വാജിബായ സിഫത്താണ്. ബലാദത്ത് മുസ്തഹീലായ സിഫത്താണ്. ഖിയാനത്ത് മുസ്തഹീലായ സിഫത്താണ്. തബ്ലീഗ് വാജിബായ സിഫത്താണ്. കദിബ് മുസ്തഹീലായ സിഫത്താണ്. 3 ഉപമ എഴുതാം. 1. ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി. ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി ഡാഷ്. ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി ഈത്തപ്പഴം പോലെയാണ്. ഈത്തപ്പഴം പോലെയാണ്. അതിന് മധുരമുണ്ട് പക്ഷെ വാസനയില്ല. ഈത്തപ്പഴം പോലെയാണ്. 2. ഖുർആൻ ഓതാത്ത കപടവിശ്വാസി ഡാഷ്. ഖുർആൻ ഓതാത്ത കപടവിശ്വാസി ആട്ടങ്ങ പോലെയാണ്. അതിന് വാസനയില്ല, രുചി കയ്പുമാണ്. ആട്ടങ്ങ പോലെയാണ്. ഖുർആൻ ഓതാത്ത കപടവിശ്വാസി ആട്ടങ്ങ പോലെയാണ്. 3. ഖുർആൻ ഓതുന്ന സത്യവിശ്വാസി ഡാഷ്. ഖുർആൻ ഓതുന്ന സത്യവിശ്വാസി മാതള നാരങ്ങ പോലെയാണ്. മാതള നാരങ്ങ പോലെയാണ്. അതിൻ്റെ രുചിയും വാസനയും വളരെ നല്ലതാണ്. 2 എണ്ണം വീതം എഴുതാം. 1. ഊലുൽ അസ്മുകൾ. ഊലുൽ അസ്മുകൾ 5 പേരാണ്. അതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. 1. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2. ഇബ്രാഹിം നബി അലൈഹിസ്സലാം. 3. മൂസ നബി അലൈഹിസ്സലാം. 4. ഈസാ നബി അലൈഹിസ്സലാം. 5. നൂഹ് നബി അലൈഹിസ്സലാം. ഊലുൽ അസ്മുകൾ 5 പേരാണ്. അതിൽ നിന്ന് 2 എണ്ണം എഴുതിയാൽ മതി. 2ാമത്തെ ചോദ്യം. ഏടുകൾ ലഭിച്ച നബിമാർ. ഏടുകൾ ലഭിച്ച നബിമാർ 4 നബിമാരാണ്. ആദം അലൈഹിസ്സലാം, ഷീസ് അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം. ഈ 4 നബിമാരിൽ നിന്നും ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. 3. കിതാബുകൾ ലഭിച്ച നബിമാർ. കിതാബുകൾ ലഭിച്ച നബിമാർ മൂസ അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4 നബിമാരിൽ നിന്നും ഏതെങ്കിലും 2 നബിമാരുടെ പേരാണ് എഴുതേണ്ടത്. മൂസ അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസ നബി അലൈഹിസ്സലാമിന് തൗറാത്ത്, ദാവൂദ് നബി അലൈഹിസ്സലാമിന് സബൂർ, ഈസ നബി അലൈഹിസ്സലാമിന് ഇഞ്ചീൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ഷരീഫ്. അതും കൂടെ പഠിച്ചു വെക്കാം. അടുത്തത് ഉത്തരം എഴുതാം. അതിൽ 1ാമത്തെ നബിമാർ എന്ന് പറയുന്നത് ആർക്കാണ്? അതിൻ്റെ ഉത്തരം വഹീ എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അല്ലാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്തവർക്കാണ് നബിമാർ എന്ന് പറയുന്നത്. വഹീ എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അല്ലാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്തവർക്കാണ് നബിമാർ എന്ന് പറയുന്നത്. 2. മുർസലുകൾ ആരാകുന്നു? ഉത്തരം നബിമാരിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് മുർസലുകൾ. നബിമാരിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് മുർസലുകൾ. 3. അൽ ബഖറ സൂറത്ത് ഓതിയാൽ വീട്ടിൽ എന്ത് ലഭിക്കും? അതിൻ്റെ ഉത്തരം വീട്ടിൽ നിന്നും പിശാച് ഓടി രക്ഷപ്പെടും. അൽ ബഖറ സൂറത്ത് ഓതിയാൽ വീട്ടിൽ നിന്നും പിശാച് ഓടി രക്ഷപ്പെടും. 4. മുൻകർ നക്കീർ അലൈഹിസ്സലാം ഖബറിൽ എന്തെല്ലാം ചോദിക്കും? അതിൻ്റെ ഉത്തരം റബ്ബിനെക്കുറിച്ചും നബിയെക്കുറിച്ചും ദീനിനെക്കുറിച്ചും മറ്റും ചോദിക്കും. മുൻകർ നക്കീർ അലൈഹിസ്സലാം ഖബറിൽ എന്തെല്ലാം ചോദിക്കും? അതിൻ്റെ ഉത്തരം റബ്ബിനെക്കുറിച്ചും നബിയെക്കുറിച്ചും ദീനിനെക്കുറിച്ചും മറ്റും ചോദിക്കും. അടുത്തത് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാം. 1. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്. 2. സബൂറിൻ്റെ ഭാഷ അറബിയാണ്. 3. സ്വർഗം കാക്കുന്ന മലക്ക് റിൽവാൻ അലൈഹിസ്സലാം എന്ന മലക്കാണ്. ഇതിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുത്തെഴുതാം. 1ാമത്തെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്.
അത് ശരിയാണ്. അത് ഇവിടെ എടുത്തെഴുതാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്. ഇനി രണ്ടാമത്തെ നോക്കാം. സബൂറിൻ്റെ ഭാഷ അറബിയാണ്. സബൂറിൻ്റെ ഭാഷ ഏതാണ്? യൂനാനി, ഗ്രീക്ക് ഭാഷ. സബൂറിൻ്റെ ഭാഷ അറബിയാണെന്നുള്ളത് തെറ്റാണ്, അത് എഴുതണ്ട. സ്വർഗം കാക്കുന്ന മലക്ക് റിൽവാൻ അലൈഹിസ്സലാം എന്ന മലക്കാണ്. അത് ശരിയാണ്. സ്വർഗം കാക്കുന്ന മലക്ക റിൽവാൻ അലൈഹിസ്സലാം. അത് ഇവിടെ എടുത്തെഴുതാം. ഇതിൽ നിന്നും ശരിയായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്. സ്വർഗം കാക്കുന്ന മലക്ക് റിൽവാൻ അലൈഹിസ്സലാം എന്ന മലക്കാണ്. അടുത്ത ചോദ്യം ക്രമത്തിലാക്കാം. 1. ഫഇന്നഹു യഅതി ഷഫീഅൻ ഇഖ്റഉൽ ഖുർആന യൗമൽ ഖിയാമത്തി ലി അസ്ഹാബിഹി. അതിനെ ശരിയാക്കി എഴുതാനാണ്. ഓർഡർ തെറ്റിച്ചാണ് തന്നിട്ടുള്ളത്. അതിനെ ശരിയാക്കി എഴുതാം. ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി. അതിൻ്റെ ഉത്തരം ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, അത് അന്ത്യനാളിൽ അതിൻ്റെ അനുയായികൾക്ക് ശുപാർശകനായി വരും. അർത്ഥം കൂടെ പഠിച്ചു വെക്കുക. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, അത് അന്ത്യനാളിൽ അതിൻ്റെ അനുയായികൾക്ക് ശുപാർശകനായി വരും. ഈ ചോദ്യപേപ്പർ ഇവിടെ അവസാനിക്കുന്നു. 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് അക്കീദയുടെ 2 ചോദ്യപേപ്പറുണ്ട്. അത് രണ്ടും ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.